إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികൾ, ബിദ്അത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ 5 ഖുത്ബകളിൽ നാം മനസ്സിലാക്കിയത്. ബിദ്അത്തിന്റെ അത് ചെയ്യുന്ന ആളിലും അതേപോലെ സമൂഹത്തിലും ഉണ്ടാകുന്ന സ്വാധീനങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങളും ഈ കൂട്ടത്തിൽ അത് ചെയ്യുന്നവരോ അല്ലെങ്കിൽ അതിനെ നിസ്സാരമായി കാണുന്നവരോ അതിനോട് സഹകരിക്കുന്നവരോ ആയ ആളുകളൊക്കെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ബിദ്അത്ത് എന്ന് പറയുന്നത് നേരത്തെ നാം മനസ്സിലാക്കിയതുപോലെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ കാര്യങ്ങളും അല്ലാത്തവയുമുണ്ട്. അതുകൊണ്ട് തന്നെ അത് കുഫറിലേക്കോ ഷിർക്കിലേക്കോ എത്തിക്കുന്ന ഒരു കാര്യമാണ് എന്ന ഗൗരവം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹി ആയ ഒരു ഹദീസ് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ആ കാര്യം ഈ വിഷയത്തെ കൂടി അല്ലെങ്കിൽ ഇതിനെ ഈ ഗൗരവത്തെ കൂടി ബോധ്യപ്പെടുത്തുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്ത കാര്യം, നിങ്ങൾക്ക് മുമ്പുള്ള പൂർവ്വ സമുദായങ്ങളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുമെന്നും അവർ കുടുംബിന്റെ മാളത്തിൽ പ്രവേശിച്ചാൽ നിങ്ങളും അവരെ പിന്തുടർന്ന് ആ മാളത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്തപ്പോൾ സഹാബികൾ ചോദിച്ചു, ജൂത ക്രിസ്ത്യാനികളെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നബിന്റെ മറുപടി, പിന്നെ ആരെയാണ്? ഇപ്പൊ നേരത്തെ മനസ്സിലാക്കിയ ഹദീസാണ്. ഈ ഹദീസിൽ നിന്ന് ഒന്ന്, മുസ്ലിം സമൂഹവും അല്ലെങ്കിൽ അതിൽപ്പെട്ട ആളുകളും വിദേഹത്തിലേക്ക് പോകും എന്നൊരു താക്കീതും, അതോടൊപ്പം ആരെ പിന്തുടർന്നുകൊണ്ടാണ് ഈ വിദേഹത്തിലേക്ക് എത്തുന്നത്? അത് ജൂത ക്രിസ്ത്യാനികളെ കുറിച്ചാണ്. ജൂത ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് അവർ ശിർക്കും കുഫറുമുള്ള ആളുകളാണ്. അപ്പൊ അവരെ പിന്തുടർന്നു പോകുന്ന ആളുകൾ അത്തരം വിദേഹത്തുകളിലൂടെ ശിർക്കിലേക്കും കുഫറിലേക്കും എത്തും എന്നതാണ് പണ്ഡിതന്മാർ ഈ ഹദീസിൽ നിന്ന് താക്കീതിന് പുറമെ തെളിവാക്കിയിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അൽ ബിദ്ഉ ബരീദുൽ കുഫർ, ബിദ്അത്ത് എന്ന് പറയുന്നത് കുഫറിന്റെ അവിശ്വാസത്തിന്റെ ബരീദാണ്, തപാലാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. തപാൽ എന്നാൽ ഒരു കാര്യം വേറൊരു കാര്യം ഒന്നിലേക്ക് എത്തിക്കുന്ന സംഗതിയാണല്ലോ തപാൽ എന്ന് പറയുന്നത്, പോസ്റ്റൽ സംവിധാനം. അതുപോലെ ഇത് ഈമാനിന്റെ ആളുകളെ ബിദ്അത്തിലൂടെ ശിർക്കിലേക്കോ കുഫറിലേക്കോ എത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ബിദ്അത്തിനെ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. രണ്ടാമത്തേത്, ബിദ്അത്ത് ഉണ്ടാകാനുള്ള കാരണങ്ങളെക്കുറിച്ച് നേരത്തെ നാം മനസ്സിലാക്കിയപ്പോൾ അള്ളാഹുവിന്റെ പേരിലും നബിയുടെ പേരിലും തെളിവില്ലാത്ത കാര്യങ്ങൾ പറയുക എന്നതാണ്. അത് ബിദ്അത്ത് ഉണ്ടാകാനുള്ള ഒരു കാരണമാണ്. അപ്പൊ അങ്ങനെ ബിദ്അത്തുകൾ പ്രവർത്തിക്കുകയോ ഉണ്ടാക്കുകയോ അതിനെ പിന്തുണക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിന്റെയും റസൂലിന്റെയും പേരിൽ കളവ് പറയാൻ സഹായിക്കുന്നവരാണ്, അതിന് കൂട്ടുനിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് എന്ന ഒരു അപകടം അതിലടങ്ങിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെക്കുറിച്ച് പറയുന്ന കാര്യത്തിൽ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ കെട്ടിച്ചമച്ച് കള്ളം പറഞ്ഞ് അള്ളാഹുവിന്റെ മേൽ ആരോപിച്ചുണ്ടാക്കുന്നതാണ് എന്ന് നബിയെ എതിർക്കുന്ന കാഫിറുകളായ ആളുകൾ ആരോപിച്ചു. പ്രവാചകൻ സത്യസന്ധനല്ല, അള്ളാഹുവിന്റെ മേലിൽ നുണ പറയുകയാണ്. അത്തരം വാദങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹാഖയിലെ 44 മുതൽ 46 വരെയുള്ള വചനങ്ങളിൽ, അതിന്റെ ശേഷമുള്ള ആയത്തുകളിലും അതിന്റെ വിശദീകരണങ്ങളും, അതിൽ അള്ളാഹു പറയുന്നത്, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ, മുഹമ്മദ് എന്ന കള്ളനാണെന്ന് നിങ്ങൾ പറയുന്ന ആ വ്യക്തി നമ്മുടെ മേൽ ചില വാക്കുകൾ കെട്ടിച്ചമച്ചു ഉണ്ടാക്കുകയാണെങ്കിൽ, ഇത് മുശ്രിക്കുകൾ പറയുന്നത് പോലെ അള്ളാഹുവിന്റെ മേൽ നബി കളവ് പറഞ്ഞുണ്ടാക്കുകയാണെങ്കിൽ, അതായത് ഞാൻ നബിയാണ്, എനിക്ക് വഴി കിട്ടുന്നുണ്ട്, ഞാൻ പറയുന്നതാണ് ദീന്, നിങ്ങൾ എന്നെ അനുസരിക്കണം, ഇതല്ല നബി പറയുന്നത്, നാളെ പരലോകത്തിൽ ജീവിതമുണ്ട്, ഇതൊക്കെ പറയുന്നത് കളവാണെങ്കിൽ ലാ അഖദ്നാ മിൻഹു ബിൽ യമീൻ, നാം വലത് കൈകൊണ്ട് അവനെ നാം പിടിക്കുക തന്നെ ചെയ്യും. ആരെ? നിങ്ങൾ ഈ പറയുന്ന മുഹമ്മദ് കള്ളനാണെങ്കിൽ, എന്റെ മേൽ അള്ളാഹുവിന്റെ മേൽ കളവ് പറയുന്നുവെങ്കിൽ അവനെ നാം നമ്മുടെ വലതുകൊണ്ട് പിടിച്ച് ശിക്ഷിക്കും. തുമ്മല ഖതഅനാ മിൻഹുൽ വതീൻ, എന്നിട്ട് അവനിൽ നിന്ന് അവന്റെ ജീവനാടിയെ, കണ്ടനാടിയെ തന്നെ നാം അറുത്തു കളയും. അപ്പൊ എന്താ? നബിയെ പിടിച്ച് ജീവനാടി മുറിച്ച് കൊല്ലും എന്നാണ്. അള്ളാഹു നബിയെങ്ങാനും അള്ളാഹുവിനെ കുറിച്ച് കളവ് പറയുന്നു എന്ന് നിങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മുഹമ്മദിന് ദുനിയാവിൽ കൊടുക്കുന്ന ശിക്ഷ എന്നാണ് അള്ളാഹു താക്കീത് ചെയ്യുന്നത്. അപ്പോ നബിയെക്കുറിച്ച്
പോലും മുശ്രിക്കുകൾ ഉന്നയിച്ച ആരോപണത്തിൽ ഇത്ര ശക്തമായ ഒരു മറുപടി നൽകിയിട്ടുണ്ടെങ്കിൽ അല്ലാത്ത ആളുകൾ വിദേഹത്തിന് തെളിവായി പറയുന്നത് എന്താ? ഇത് ദീനിൽപ്പെട്ടതാണ്, ദീൻ നന്നായിരുന്ന അള്ളാഹുവിന്റേതാണ്, അപ്പൊ ദീനിൽപ്പെട്ടതാണ് എന്ന് അള്ളാഹു പറയാത്തൊരു കാര്യം പറഞ്ഞാൽ അള്ളാഹുവിന്റെ മേൽ കളവ് പറയലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തൊരു കാര്യം ദീനിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞുണ്ടാക്കിയാൽ അത് നബിന്റെ പേരിൽ കളവ് പറയലാണ്. അപ്പൊ അള്ളാഹുവിന്റെ പേരിൽ നബിയെങ്ങാനും കളവ് പറഞ്ഞാൽ പോലും ഇതാണ് ശിക്ഷ. ഇനി നബിയെ കുറിച്ച് കളവ് പറഞ്ഞാലോ? അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും മൻ കതബ അലയ്യ മുതഅമ്മിദൻ ഫലിയതബവ്വ മഖഅദഹു മിനന്നാർ, എന്നെ കുറിച്ച് ആരെങ്കിലും മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ. അപ്പോ അള്ളാഹുവിനെ കുറിച്ച് കളവ് പറഞ്ഞാലുള്ളതിന്റെ ശിക്ഷയും നബിയെ കുറിച്ച് കളവ് പറഞ്ഞാലുള്ളതിന്റെ ശിക്ഷയും ഇത് വിദേഹത്തുമായും ബന്ധപ്പെട്ടതാണ്. അല്ലെങ്കിൽ വിദേഹത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ കളവ് പറയാനാണ്. അപ്പൊ രണ്ടായിരുന്നാലും വളരെ ഗൗരവപ്പെട്ടതാകുന്നു എന്നത് വളരെ കടുത്ത തിന്മയാണിത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം, വിദേഹത്ത് ചെയ്യുന്ന ആളുകൾക്ക് വിദേഹത്തിന്റെ ആളുകളോട് ഇഷ്ടവും ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ആളുകളോട് വെറുപ്പുമായിരിക്കും. ഇത് ഏതെങ്കിലും വഹാബി പണ്ഡിതന്മാർ പറയുന്നതല്ല. സാബൂനി എന്നറിയുന്ന ഈ ആളുകളൊക്കെ അംഗീകരിക്കുന്ന ഖുർആൻ തഫ്സീറൊക്കെ എഴുതിയിട്ടുള്ള സാബൂനി എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹം പറയാണ്, വിദേഹത്തിന്റെ ആളുകളുടെ അടയാളങ്ങൾ അതിന്റെ ആളുകളിൽ തന്നെ വെളിപ്പെട്ടു നിൽക്കും. അങ്ങനെ വിദേഹത്തിന്റെ ആളുകളിൽ വെളിപ്പെടുന്ന അവരുടെ അടയാളങ്ങളിൽ ഏറ്റവും പ്രകടമായ അടയാളം എന്ന് പറയുന്നത് ശിദ്ദത്തു മുആദാതിഹിം ലിഹമലത്തി അഖ്ബാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹ്തിഖാറുഹും ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുകൾ, അതായത് ഹദീസുകൾ, സുന്നത്ത് വഹിക്കുന്ന ആളുകളോടുള്ള അവരുടെ ശത്രുതയും അവരെ നിസ്സാരമായി കാണുകയും ചെയ്യുക എന്നതാണ്. ഇത് ഇന്ന് സമൂഹത്തിൽ നമുക്ക് കാണാം. വിദേഹത്ത് ചെയ്യുന്ന ആളുകൾ സുന്നത്ത് ചെയ്യുന്ന ആളുകളോട്, കാരണം എന്താ, അവർ വിദേഹത്തിനെ എതിർക്കുന്നു. അപ്പൊ സുന്നത്തിന്റെ ആളുകളാണെങ്കിലും ആ സുന്നത്തിന്റെ ആളുകളോടാണ് മറ്റുള്ള എല്ലാ ആളുകളോടും ഉള്ളതിനേക്കാൾ ഈ ആളുകൾക്ക് എതിർപ്പുള്ളത്. അതുകൊണ്ടാണല്ലോ മുസ്ലിങ്ങളെ കൊല്ലാൻ വരുന്നവന് വെള്ളം കൊടുത്താലും ഈ പറയുന്ന വിധേയികൾ എന്നിവർ ആക്ഷേപിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ പാടില്ല, തീ കത്തിയാൽ കത്തിക്കോട്ടേക്ക് എടുത്താൻ പോകണ്ട എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? സുന്നത്തിന്റെ ആളുകളെ എതിർക്കുക എന്ന വിദേഹത്തുകാരന്റെ അതുപോലെ തന്നെ കഠിനമായ ശത്രുത പുലർത്തുക, ശിദ്ദത്തു മുആദാത്ത്, കഠിനമായ ശത്രുത പുലർത്തുക. ഇത്ര വലിയ അപകടം ഈ ആളുകൾക്ക് വിദേഹത്തിന്റെ ആളുകൾക്ക് ഉണ്ടായിത്തീരുന്നു. അതായത് വിദേഹത്ത് ചെയ്യുന്നവൻ സുന്നികളെ എതിർക്കുന്നതിനർത്ഥം, സുന്നത്ത് ചെയ്യുന്നവരെ എതിർക്കുന്നു. നാലാമത്തേത്, വിദേഹത്ത് ചെയ്യുന്നവൻ തലതിരിഞ്ഞ ബുദ്ധിയാണ്, കാര്യത്തെ വിപരീതമായാണ് മനസ്സിലാക്കുന്നത്. നന്മയെ തിന്മയായും തിന്മയെ നന്മയായും മനസ്സിലാക്കും. നന്മ എന്ന് പറഞ്ഞാൽ അള്ളാഹു റസൂൽ പഠിപ്പിച്ച കാര്യം, അതാണ് നന്മ. അള്ളാഹു റസൂലും പഠിപ്പിക്കാത്ത കാര്യം മതത്തിൽ ഉൾപ്പെടുത്തിയാൽ അത് തിന്മയാണ്. എന്നാൽ വിദേഹത്ത് ചെയ്യുന്ന ആള് മനസ്സിലാക്കുന്നത് മുകളിൽ പറഞ്ഞ കാര്യത്തോട് ബന്ധപ്പെടുത്തിയാൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതൊന്നും നന്മയല്ല. അതുകൊണ്ടാണ് സുന്നത്ത് ചെയ്യുന്ന ആളുകളോട് ശത്രുത കാണിക്കുന്നത്. എന്നാൽ അള്ളാഹു റസൂല് പറയാത്ത ഏതെങ്കിലും ഖോജയോ ഷെയ്ഖോ തങ്ങളോ ഉപ്പാപ്പയോ ഉണ്ടാക്കിയ ദിക്റുകളോ ഔറാദുകളോ അദ്കാറുകളോ ഏട് കിതാബ് പറയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളോ ഇത് നല്ലതായി കാണുന്നു. അപ്പൊ നല്ലതിനെ ചീത്തയായും ചീത്തയെ നല്ലതായും കാണുക എന്ന തലതിരിഞ്ഞ വക്രബുദ്ധിയാണ് വിദേഹത്തിന്റെ ആളുകൾക്ക് ഉണ്ടായിത്തീരുന്നത്. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, വല്ലാഹി ലതഫ്ശുവന്നൽ ബിദ്അ, അല്ലാഹുവാണ് സത്യം, ബിദ്അത്തുകൾ വ്യാപിക്കുക തന്നെ ചെയ്യും. ഹത്താ ഇദാ തുരിക മിൻഹാ ശൈഉൻ ഖാലു തുരികത്തിസ് സുന്ന, ഇങ്ങനെ ആളുകൾ പടച്ചുണ്ടാക്കിയ വല്ല ബിദ്അത്തും സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടാൽ ഈ ആളുകൾ പറയും സുന്നത്ത് ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പൊ എന്താ, ഇത് വക്രബുദ്ധിയാണ്. സുന്നത്തിനെ അവർ ബിദ്അത്തായി കാണുകയും ബിദ്അത്തിനെ സുന്നത്തായി കാണുകയും ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ നടന്നു വരുന്ന വല്ല ബിദ്അത്തും ആരെങ്കിലും ഒഴിവാക്കിയാൽ അവർക്ക് ബേജാറാവും. അവർ പറയും ഇതാ സുന്നത്ത് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്ന്. ഇത് നമ്മുടെ നാട്ടിൽ ആളുകൾ നടത്തുന്ന പ്രസംഗങ്ങളിൽ നമുക്ക് കാണാം. ഒരു മുസ്ലിയാര് അദ്ദേഹം കുറെ കാര്യങ്ങൾ പണ്ട് കാലത്ത് നാട്ടിൽ നടന്നു വന്നിരുന്നതും ഇന്ന് പലതും ആളുകൾ ഒഴിവാക്കിയ കൂട്ടത്തിൽ അത്തരം പല ഒഴിവാളും ബിദ്അത്തായതുകൊണ്ട് ഒഴിവാക്കിയതല്ല. ആളുകൾ കാലം മാറിയപ്പോൾ കോലം മാറി എന്ന് പറഞ്ഞതുപോലെ കാലം മാറിയപ്പോൾ പല കാര്യങ്ങളും ഒഴിവാക്കി. അങ്ങനെ ഒഴിവാക്കിയ കൂട്ടത്തിൽ ഒഴിവായിപ്പോയതാണ്. ഇതൊക്കെ എണ്ണീറ്റ് അദ്ദേഹം തന്നെ ആളുകളെ ആ അദ്ദേഹത്തിന്റെ സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ വിഭാഗത്തിൽ പാട്ടുകളെ തന്നെ ആക്ഷേപിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പെണ്ണുങ്ങൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പീടിയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന 1 കിലോ ചെറിയ പൈസ കിട്ടും സെബീനപ്പൊടി എന്ന സാധനം. അപ്പൊ സെബീന എന്ന് പറയുന്നത് ബലി ചെല്ലുന്ന ഒരു ദിക്ർ എന്താണ്, ഒരു വിദേഹത്തിന്റെ ഏർപ്പാടാണ്. അപ്പോ ഈ മൗലിദിന്റെ കിതാബ് എടുത്തോ എന്ന് പറയുന്ന മാതിരി വീട്ടിലെ ഉമ്മ സെബീൻ എടുത്തുണ്ടുവാ എന്ന് പറഞ്ഞ കുട്ടി ഈ പാത്രം കഴുകുന്ന പൊടിന്റെ പാക്കറ്റ് എടുത്തുകൊണ്ടത് നമ്മൾ പറഞ്ഞല്ല, ഇവരെന്നെ പറയണേ. എന്താ എത്ര ബേജാറായിട്ട് ഇയാൾ പറയുന്നത്? ഒരു വിദേഹത്ത് സമൂഹത്തിൽ നിന്ന് ഒഴിവായപ്പോ കണ്ടോ ഇത്തരം സുന്നത്തുകളൊക്കെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടുണ്ട്. ഇവരെന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു പ്രമുഖനായ സഹാബി 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യം ഇന്ന് സമൂഹത്തിൽ ഇന്നല്ല പണ്ടേ ഉണ്ട്, ഇപ്പോഴത് ഗൗരവപ്പെട്ടുകൊണ്ടിരിക്കുന്നു.
സുന്നത്ത് നഷ്ടപ്പെട്ടാൽ ആർക്കും ബേജാറില്ല. എന്നാൽ വിദേഹത്തുകൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ സുന്നത്ത് നഷ്ടപ്പെട്ടു പോയി എന്ന തലതിരിഞ്ഞ അവരുടെ വക്രബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ഈ ആളുകൾ ബേജാറാകും. എന്നാൽ എത്ര സുന്നത്തുകൾ ഒഴിവാക്കപ്പെടുന്നു, ഒരു ബേജാറാർക്കില്ല. അതുകൊണ്ടാണ് പല പണ്ഡിതന്മാരും പറഞ്ഞത്, സമൂഹത്തിൽ വിദേഹത്തുകൾ ജീവിപ്പിക്കപ്പെടുമ്പോൾ ആ സുന്നത്തുകൾ മരിപ്പിക്കപ്പെടുന്നത്. ഒരു സുന്നത്ത് ഇല്ലാതാകുമ്പോൾ അവിടെയാണ് വിദേഹത്തുകൾ തലപൊക്കുന്നത് എന്ന്. അഞ്ചാമത്തേത്, ബിദ്അത്ത് ചെയ്യുന്നവർ, അത് പഠിപ്പിക്കുന്നവർ, അതിനെ പിന്തുണക്കുന്നവർ, അതിനെ സഹായിക്കുന്നവർ, ഈ ബിദ്അത്ത് ചെയ്യുന്നവന്റെയും അവർ ചെയ്തതിന്റെ കുറ്റം മാത്രമല്ല, അത് ആരൊക്കെ പിന്തുടർന്ന് പിന്നീട് അനുകരിച്ച് ചെയ്യുന്നുവോ അവരുടെ എല്ലാം കുറ്റം ഇവരും ഏൽക്കേണ്ടി വരും. ഇബ്നു മാജ ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, നമുക്കറിയാവുന്ന വിഷയമാണ്, നേരത്തെയും പറഞ്ഞു പോയതാണ്. ഒരാൾ ഒരു നന്മ പ്രവർത്തിച്ചാൽ അത് കണ്ട് വേറൊരാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇത് കണ്ട് പ്രവർത്തിച്ചവന്റെ കൂലി കുറയാതെ തന്നെ ചെയ്ത് മാതൃക കാണിച്ച ആൾക്ക്, അനുകരിച്ച ആളുടെ അതേ പ്രതിഫലം ചെയ്ത ആൾക്ക് കിട്ടും. അപ്പൊ ചെയ്തവൻ ചെയ്തതിന്റെ പ്രതിഫലവും കിട്ടും, വേറൊരാൾ അനുകരിച്ച് ചെയ്താൽ അതിന്റെ കൂലിയും കിട്ടും, കുറയുന്നില്ല. ഇതുപോലെ തന്നെയാണ് ഒമൻ സന്ന സുന്നത്തൻ സയ്യിഅത്തൻ ഫഉമില ബിഹാ, ആരെങ്കിലും ഒരു ചീത്ത സുന്നത്ത് നടപ്പിലാക്കിയാൽ, ചീത്ത സുന്നത്ത് തന്നെ ഇസ്ലാം പെടാത്തൊരു സുന്നത്ത്, ഒരു നടപടിക്രമം അല്ല, നബിയുടെ സുന്നത്ത് നടത്തലല്ല, ചീത്ത ഒരു നടപടി, ഒരു ചര്യ, ഒരു സമ്പ്രദായം ഒരാൾ പ്രാവർത്തികമാക്കി കൊണ്ടുവന്നു. ഫഉമില ബിഹാ, അങ്ങനെ ആ ചര്യ പിന്നെ നാട്ടിൽ പ്രവർത്തിക്കപ്പെട്ടു എന്നാൽ വേറെ ആളുകളെ ഏറ്റെടുത്തു. കാന അലൈഹി വിസ്റുഹാ വ വിസ്റു മൻ അമില ബിഹാ, അത് ചെയ്തവന്റെയും അതായത് ഉണ്ടാക്കിയവന് അതിനുള്ള ശിക്ഷയും പിന്നെ അതനുസരിച്ച് ആരൊക്കെ പ്രവർത്തിക്കുന്നുവോ അതിന്റെ പാപഭാരവും ഈ ചെയ്തവന് കാണിച്ചു കൊടുത്തവനുണ്ട്. ലാ യൻഖുസു മിൻ ഔസാരിഹിം ശൈആ, അനുകരിച്ച ആളുകൾക്ക് കിട്ടുന്ന പാപഭാരം അല്ലെങ്കിൽ അതിന്റെ ശിക്ഷയിൽ നിന്ന് ഒന്നും കുറയാതെ തന്നെ അവർക്ക് കിട്ടുന്നത് പോലെ കാണിച്ചു കൊടുത്തവനും കിട്ടുന്നു. അപ്പൊ നന്മയാണെങ്കിൽ തിന്മാണെങ്കിൽ രണ്ടു വേഗം തന്നെ, നന്മയിലും ഈ പ്രതിഫലം തുടർന്ന് ചെയ്യുന്നവന്റേതുപോലെ മറ്റേ ചെയ്ത ആൾക്ക് കിട്ടും, അതുപോലെ തന്നെ തിന്മയും. അപ്പോ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കുന്നവരും നടപ്പിലാക്കുന്നവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മഹല്ല് കമ്മിറ്റികളും പള്ളി കമ്മിറ്റികളും മദ്രസ കമ്മിറ്റികളും നാട്ടിലെ സഭകളും സംഘടനകളും ഒക്കെ ഈ കാര്യവും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് അത്തരം കേന്ദ്രങ്ങളിൽ പോവുകയും ചിലതിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യുന്ന ആളുകളും ഇത്തരം കാര്യങ്ങൾ സൂക്ഷിക്കണം. ഞാനിപ്പോ അവിടെ പോയിട്ട് ചായ കുടിക്കുന്നല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ചോറുന്നല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ അവിടെ പോയി ഇരുന്നൊന്ന് കൈ ബന്ധിച്ച് ദ്വാരത്തിലല്ലേ ഉള്ളൂ, എനിക്കതിലൊന്നും വിശ്വാസമല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, അതതിനോട് സഹകരിക്കലാണ്. അപ്പൊ നേർക്ക് നേരെ പങ്കാളികളായാലും വല്ല നേരത്തുള്ള സഹായവും ഏതെങ്കിലുമുള്ള പങ്കാളിത്തം അതിൽ നമുക്കുണ്ടാകുന്നുവെങ്കിൽ ആ പങ്കുവഹിച്ചതിനനുസരിച്ചുള്ള ശിക്ഷ ദുനിയാവിലും ആഖിറത്തും ഏൽക്കേണ്ടി വരും എന്നതും ഗൗരവപ്പെട്ട വിഷയം തന്നെയാണ്. ആറാമത്തെ കാര്യം, പരലോകത്ത് മഹ്ശറിൽ വെച്ച് അൽ കൗസർ, സൂറത്തുൽ കൗസർ ഖുർആനിലെ സൂറത്താണ്, ഏറ്റവും ചെറിയ സൂറത്ത്. ആ അൽ കൗസറിന്റെ അടുക്കൽ വെച്ച് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാവും. അവിടെ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാൻ വരുന്ന ആളുകൾ നബിയിൽ നിന്ന് തടയപ്പെടും. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് കാണാം. ഞാൻ ഹൗലിന്റെ അടുക്കൽ നിങ്ങൾക്ക് മുമ്പേ വരുന്നവനാണ്, അവിടെ വരുന്നവൻ വരും, വന്ന് കുടിക്കുന്നവൻ കുടിക്കും, കുടിച്ചവന് പിന്നെ ദാഹിക്കുകയില്ല ആ വെള്ളം കുടിച്ചാൽ. എന്റെ അടുക്കൽ, അതായത് ആ കൗസറിന്റെ അടുക്കൽ എന്റെ സമൂഹത്തിൽപ്പെട്ട ചില ആളുകൾ അവിടെ വരിക തന്നെ ചെയ്യും. ആ വരുന്ന ആളുകളെ എനിക്ക് അവരെ മനസ്സിലാകും, അവർക്ക് എന്നെയും മനസ്സിലാവും. പക്ഷേ എനിക്കും അവർക്കുമിടയിൽ മറയിടപ്പെടും. അപ്പോൾ ഞാൻ പറയും, അവർ എന്നിൽപ്പെട്ടവരാണല്ലോ, പിന്നെന്തിനാണ് എന്നിൽ നിന്ന് മറയിടപ്പെട്ടത്? അപ്പൊ നബിയോട് പറയപ്പെടും, ലാ തദ്രി ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക, നിനക്ക് ശേഷം അവർ എന്താണ് പുതുതായി ഉണ്ടാക്കിയത്, അതായത് ബിദ്അത്ത്, എന്തൊക്കെ ബിദ്അത്താണ് ഉണ്ടാക്കിയത് എന്ന് നിനക്കറിയില്ല. ഇതിൽ നിന്നൊരു കാര്യം കൂടി മനസ്സിലാക്കാം, നബിക്ക് മരിച്ചതിന് ശേഷം ലോകത്തിറന്ന കാര്യങ്ങൾ നബിക്ക് അറിയില്ല. വിദേഹത്ത് വിടാൻ പാടില്ലേ? നബിന്റെ പേരിൽ വിദേഹത്ത് ഉണ്ടാക്കുന്നു, പക്ഷെ അത് ആർക്കറിയില്ല, നബിക്കറിയില്ല. അതുകൊണ്ട് അള്ള പറയേണ്ടത്, നിനക്കറിയുകയില്ല ഈ ആളുകൾ നിനക്ക് ശേഷം, അതായത് നീ മരിച്ചതിന് ശേഷം ഉണ്ടാക്കിയ വിദേഹത്തുകൾ. അപ്പൊ മരിച്ചാൽ നബി ഗൈബ് അറിയില്ല, ഗൈബ് അല്ലെങ്കിലും അറിയില്ല, മരിച്ച ശേഷം കാര്യങ്ങൾ നബിക്ക് അറിയില്ല എന്നത് ഈ ഹദീസിൽ നിന്ന് കിട്ടും. അപ്പൊ നബി പറയും, സുഹ്ഖൻ ലിമൻ ഗയ്യറ ബഅദി, വല്ലാത്ത അപകടത്തിലല്ല പെട്ടത്, എന്തെങ്കിലും ആയിക്കൊന്നും കൊണ്ട് അടുപ്പിച്ചു തരണം എന്ന് പറയല്ല. ആ മറുപടി കിട്ടുമ്പോഴാണ്, മറുപടിക്ക് അപ്പുറത്ത് നബിക്കും വേറെ വാക്കില്ല. സുഹ്ഖൻ, അവർ ദൂരെ പോകട്ടെ. ആര്? ലിമൻ ഗയ്യറ ബഅദി, എന്റെ ശേഷം മാറ്റം വരുത്തിയവർ. എന്തിൽ മാറ്റം വരുത്തി? വീടുണ്ടാക്കുന്നതിൽ മാറ്റം വരുത്തിയതാ? പള്ളി ഉണ്ടാക്കുന്നതിൽ മാറ്റം വരുത്തിയതാ? അല്ല, ദീനിൽ മാറ്റം വരുത്തിയ, അള്ളാഹു പ്രവാചകനെ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ, ബിദ്അത്തുകൾ പുതുതായി ഉണ്ടാക്കി മാറ്റം വരുത്തിയ ആളുകൾ ദൂരെ പോകട്ടെ എന്ന് അവർക്കെതിരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് വാദിക്കുന്നു. ഇത് ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത മുത്തഫഖൻ അലൈഹി ഹദീസാണ്. ബുഖാരിയുടെ മുസ്ലിമിന്റെ തന്നെ വേറെ റിപ്പോർട്ടിൽ അവിടെ കാണാം, ഹത്താ അൻദുറ മൻ യരിദു അലയ്യ മിൻകും, നിങ്ങളിൽ നിന്ന് ആരൊക്കെയാണ് ഈ കൗസറിന്റെ
ഉമറിന്റെ അടുക്കൽ വെള്ളം കുടിക്കാൻ വരുന്നത് എന്ന് ഞാൻ അവിടെ നേരത്തെ എത്തിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അവിടെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വിവക്ഷ സഹാബികളാണ്. പിന്നെയോ സഹാബികളല്ലാത്ത ആളുകളും. കാരണം അല്ലാത്തവരെ എനിക്ക് മനസ്സിലാവും. അത് വുളൂവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വന്ന ഹദീസുകളിൽ കാണാം എങ്ങനെയാണ് ആ ആളുകളെ തിരിച്ചറിയാൻ പറ്റും. സഹാബികളെന്ന് ചോദിച്ചത്. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഖം അതുപോലെ തന്നെ കൈയൊക്കെ പ്രകാശിക്കും, വുളൂവിന്റെ അവയവങ്ങൾ ഗുർറം മുഹജ്ജലീൻ, അങ്ങനെ ഇതൊക്കെ എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷേ ആ ആളുകൾ എന്റെ മുന്നിൽ വെച്ച് അവർ പിടിക്കപ്പെടുന്നതാണ് ആ റിപ്പോർട്ടുള്ളത്. സയൂഖദു നാസും മിൻ ദൂനി, എന്റെ മുമ്പിൽ വെച്ച് ആ ആളുകൾ പിടിക്കപ്പെടുന്നു എന്നാൽ നബിയുടെ അടുക്കലേക്ക് പോകാൻ കഴിയാതെ തടഞ്ഞു വെക്കപ്പെടുന്നു. അപ്പം പറയും, റബ്ബേ അവരെന്റെ ഉമ്മത്താണല്ലോ, എന്നിൽ പെട്ടവരാണല്ലോ എന്ന് പറയും. അപ്പോഴും നേരത്തെ പറഞ്ഞ അതേ മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെടും എന്ന് കാണാം. അപ്പൊ അതൊക്കെ ഗൗരവത്തോടുകൂടി പരലോകത്തുണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ചാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. സുന്നത്താണെന്ന് വിചാരിച്ച് സ്വർഗത്തിൽ പോകാമെന്ന് കരുതി നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് ശരീരവും സമ്പത്തും സമയവും അധ്വാനവും ചെലവഴിച്ച് ചെയ്തു കൂട്ടിയ അമലുകൾ ഉപകാരപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, നബിയുടെ അടുക്കൽ നിന്ന് പോലും അവളുടെ അടുക്കൽ നിന്ന് പോലും അകറ്റപ്പെടുകയും അങ്ങനെ സ്വർഗം പ്രതീക്ഷിച്ച് ചെന്നവൻ, സ്വർഗം പ്രതീക്ഷിച്ച് പ്രവർത്തിച്ചവൻ അതേ പ്രവർത്തനം കൊണ്ട് നരകത്തിൽ പോവുകയും ചെയ്യുന്ന ദുരവസ്ഥയേക്കാൾ വലിയ ദുരവസ്ഥ എന്താണുള്ളത്? കാഫിറിന്റെ കാര്യം പോട്ടെ വിചാരിക്കാം. ഓനെ പരലോകമുണ്ടെന്ന് വിശ്വസിച്ചിട്ടില്ല, അള്ളാഹിന്റെ അടുക്കൽ കൂലില്ലെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല, ശിക്ഷ പേടിച്ചിട്ടില്ല. ഓൻ നേരത്തെ തന്നെ അതില്ലാതെ വിചാരിച്ച് നടക്കുന്നവനാണ്. ഓൻ അങ്ങനെ തന്നെ ഡയറക്റ്റ് ആയിട്ട് നരകത്തിലേക്ക് പോകുന്നു. കാരണം അവന്റെ വിശ്വാസം തന്നെ അങ്ങനെയാണ്. എന്നാൽ ഈ വിദേഹത്ത് ചെയ്യുന്നവൻ ഹസിറ ദുനിയാവല്ലാശ്രയ, ദുനിയാവ് നഷ്ടപ്പെട്ടു, പരലവും നഷ്ടപ്പെട്ടു. സമയം ചെലവാക്കി, അധ്വാനം ചെലവാക്കി, സമ്പത്ത് ചെലവാക്കി, അതിന്റെ പേരിൽ സുന്നത്ത് ചെയ്യുന്ന ആളുകളെ വെറുത്തു. ഇതാണ് ദീനെന്ന് വിചാരിച്ചു. അങ്ങനെ അതിനു വേണ്ടി കണഞ്ഞ് പരിശ്രമിച്ച് ജീവിച്ച് അധ്വാനിച്ച് രാത്രിയും പകലുമൊക്കെ ഇബാദത്താണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് സ്വർഗത്തിലേക്ക് ഇപ്പം കടക്കാം എന്ന് വിചാരിച്ചെല്ലുമ്പോൾ മഹ്ശറിൽ വെച്ച് തന്നെ മറയിടപ്പെടുന്നു. അതിനേക്കാൾ വലിയ ദുരവസ്ഥ എന്താണുള്ളത്? ഏഴാമത്തെ കാര്യം ബിദ്അത്ത് ചെയ്യുന്നവന്റെ പശ്ചാത്താപമാണ്. ബിദ്അത്ത് ചെയ്യുന്നവന് പശ്ചാത്താപമില്ല എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് ശരിയല്ല. ശിർക്കും കുഫ്റും ചെയ്യുന്നവനും തൗബയുണ്ട്. ആരുടെ പശ്ചാത്തലവും അല്ലാഹു സ്വീകരിക്കും. ഇത് ഒരുപാട് ആയത്തുകളിൽ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ബിദ്അത്ത് എന്ന് പറയുന്നത് പലപ്പോഴും ബിദ്അത്ത് ചെയ്യുന്നവൻ പശ്ചാത്തപിക്കുകയില്ല എന്നതുകൊണ്ടാണ്. കാരണം അത്തരത്തിലുള്ള ആളുകൾ അവർക്ക് അത് നന്മയാണ് എന്നവർ വിചാരിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ ബിദ്ഉ അഖ്തറു മിനൽ മആസി, ബിദ്അത്തുകൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിക്കുക എന്ന പാപത്തേക്കാൾ അപകടം, അതായത് ഹറാമ് പ്രവർത്തിക്കുന്നതിനേക്കാൾ അപകടം ബിദ്അത്തുകളാണ്. സുഫിയാനു സൗരി പ്രമുഖനായ താബിഈ പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞു, അൽ ബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ് മിനൽ മഅസിയ, ദീന്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കുന്നതിനേക്കാൾ ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബിദ്അത്താണ്. കാരണം ഫൈനൽ മഅസിയത യുതാബു മിൻഹാ, തെറ്റ് ചെയ്യുക എന്നതിൽ നിന്ന് പശ്ചാത്തപിക്കപ്പെടാം. വൽ ബിദ്അത്തു ലാ യുതാബു മിൻഹാ, എന്നാൽ ബിദ്അത്തിൽ നിന്ന് പശ്ചാത്തപിക്കപ്പെടുകയില്ല. കാരണം എന്താ? ബിദ്അത്ത് ചെയ്യുന്നവൻ അത് തെറ്റാണെന്ന് തോന്നിയെങ്കിലല്ലേ പശ്ചാത്തപിക്കുള്ളൂ. ബിദ്അത്ത് ചെയ്യുന്നവൻ ഇത് ദീനാണെന്ന് വിചാരിച്ച് ചെയ്യുന്നവനാണ്. നല്ലതാണെന്നാണ് വിചാരിച്ചാണ് അവൻ ചെയ്യുന്നത്. നല്ലതാണെന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരാൾ പശ്ചാത്തപിക്കോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ബിദ്അത്താകുന്ന നരകത്തിലേക്ക് എത്തിക്കാവുന്ന ഈ തിന്മകൾ ചെയ്തുകൂട്ടി പശ്ചാത്തപിക്കാതെ അവൻ മരിച്ചു പോകുന്നു. എന്നാൽ ഒരു കള്ളുകുടിയനോ അല്ലെങ്കിൽ കൊലയാളിയോ കട്ടവനോ വ്യഭിചരിച്ചവനോ കുറ്റമാണെന്ന് അവനറിയാം. അവൻ അതറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. കുറ്റബോധം അവന്റെ മനസ്സിലുണ്ട്. പശ്ചാത്തപിക്കണമെന്ന് അവന്റെ ബോധ്യം അവനുണ്ട്. ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും കഴിച്ചിലാകണമെന്നുണ്ട്. അങ്ങനെ ഒരു ബോധം അവനുണ്ടായാൽ മരിക്കുന്നതിന് മുമ്പ് തൊണ്ടക്കുഴിയിൽ റൂഹത്തുന്നതിന് മുമ്പ് അവൻ പശ്ചാത്തപിച്ചാൽ ആ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ അവൻ രക്ഷപ്പെടാൻ പറ്റും. എന്നാൽ അങ്ങനെ ഒരു അവസരം ഇവൻ തന്നെ ഇല്ലാതാക്കുന്നു. കാരണം എന്താ? തെറ്റാണെന്ന ബോധ്യമില്ലാത്തത് കൊണ്ട് പശ്ചാത്തപിക്കുന്നുമില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മജ്മൂ ഫത്താവയിൽ ഈ കാര്യം വിശദീകരിച്ചു. ബിദ്അത്ത് ചെയ്യുന്ന ഒരുത്തൻ അവൻ ദീനാണെന്ന് വിചാരിച്ചാണ്, അള്ളാഹുവോ റസൂലോ ദീനാക്കിയിട്ടില്ലാത്ത, നിയമമാക്കിയിട്ടില്ലാത്ത ഒരു കാര്യത്തെ ദീനാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ബിദ്അത്ത് ചെയ്യുന്നവൻ അത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ചെയ്യുന്ന ചീത്ത പ്രവർത്തനങ്ങൾ അവന് നന്നായി അലങ്കരിക്കപ്പെടുകയും, ആരാ അലങ്കരിച്ചെടുക്കുന്നത്? ശൈത്താനും. ശൈത്താന്റെ പ്രവൃത്തി എടുക്കുന്ന ചില ശൈത്താന്മാരായ മനുഷ്യന്മാരും ഇതൊക്കെ ദീനാണ്, മക്കളെ ചെയ്തോളൂ, രക്ഷപ്പെടുന്നു പറയുന്നുണ്ടല്ലോ. അപ്പൊ അത് അലങ്കരിച്ചു കൊടുക്കും. അങ്ങനെ ആ തിന്മയെ അവൻ നല്ലതായി കാണും. അതുകൊണ്ട് തന്നെ ആ ബിദ്അത്തിനെ നല്ലതായി കാണുന്ന കാലത്തോളം അവൻ പശ്ചാത്തപിക്കുകയില്ല. പശ്ചാത്താപം ഉണ്ടാകുന്നത് എവിടുന്ന? അത് തിന്മയാണ് എന്ന അറിവിൽ നിന്നാണ്. എന്നാൽ ബിദ്അത്ത് ചെയ്തവന് തിന്മയാണെന്ന ബോധ്യമില്ലാത്തതുകൊണ്ട് അവൻ ഒരിക്കലും ആ തിന്മയിൽ നിന്ന് പശ്ചാത്തപിക്കുകയില്ല എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അങ്ങനെ വല്ല ബോധവും ഒരുത്തനുണ്ടായി അവൻ പശ്ചാത്തപിക്കുകയാണെങ്കിലോ, അങ്ങനെ പശ്ചാത്തപിച്ചാൽ അത് അള്ളാഹു സ്വീകരിക്കും. ഒരുപാട് ആയത്ത് കാണാം. സൂറത്ത് താഹ 82-ാമത്തെ ആയത്തിൽ വഇന്നീ ലഗഫാറുൻ ലിമൻ താബ വആമന വഅമില സാലിഹൻ തുമ്മ ഇഹ്തദാ, തീർച്ചയായും ഞാൻ ധാരാളം
ധാരാളമായി പാപം പൊറുക്കുന്നവനാണ്. ആർക്ക്? പശ്ചാത്തപിക്കുകയും എന്നാൽ ആ തെറ്റിൽ നിന്ന് ഒഴിവാവുകയും ഇന്ന തെറ്റ് തന്നിട്ടില്ല. കാഫറുകളോട് ശിർക്ക് ചെയ്യുന്നവരോട് നിങ്ങൾ എന്തേ പശ്ചാത്തപിക്കാത്തത് എന്നുള്ള ചോദിച്ചു കാണാം. അള്ളാന്റെ ചോദ്യമാണ്. നിങ്ങളത് വിട്ടുപോരൂ, ഞാൻ പശ്ചാത്താപം സ്വീകരിക്കാൻ തയ്യാറാണ്. അതാണ് ഇവിടെയും പറയുന്നത്. അള്ളാഹു ധാരാളമായി പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, പുറത്തു കൊടുക്കുന്നവനാണ്. ആർക്ക്? പശ്ചാത്തപിച്ച് വിശ്വസിച്ച് അതനുസരിച്ച് അമല് ചെയ്യുന്ന, എന്നിട്ട് ഹിദായത്തനുസരിച്ച് സന്മാർഗമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക്. അതിലെല്ലാരും പെട്ടു. ആരുടെ പശ്ചാത്തലവും അള്ളാഹു സ്വീകരിച്ച പിന്മയിൽ നിന്ന് പിന്മാറി പശ്ചാത്തപിക്കണം. ഇവിടെ അങ്ങനെ സാധ്യത കുറവാണ്. പക്ഷേ വല്ല വിദേഹത്തുകാരനും അതിൽ നിന്ന് ഒഴിവായി പശ്ചാത്തപിച്ചാലോ അവന് പശ്ചാത്താപം. എന്നാൽ ഒരു റിപ്പോർട്ട് കാണാം, ഇന്നല്ലാഹ ഹജബത് തൗബത അൻ സാഹിബി കുല്ലി ബിദ്അത്തിൻ, എല്ലാ വിദേഹത്തിന്റെ ആളിൽ നിന്നും അള്ളാഹു പശ്ചാത്താപത്തെ മറയിട്ട് കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ വിദേഹത്ത് ചെയ്യുന്നവന്റെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന്. ഇത് പലരും ഉദ്ധരിക്കുന്നത് കാണാം. വിദേഹത്ത് ചെയ്യുന്നൊരു പശ്ചാത്താപമില്ല. ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിന്റെ സിൽസിലത്തുൽ ഹദീസ് സഹീഹയിൽ 1620 നമ്പറായി ഉദ്ധരിക്കുകയും ഇതിന്റെ സനദ് സഹീഹാണ് എന്ന് പറയുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ പഠനങ്ങളിൽ ഇത് ലൈഫാണ് എന്ന് അദ്ദേഹം തന്നെ തിരുത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ? വിദേഹത്ത് ചെയ്യുന്നവന്റെ പശ്ചാത്താപം അള്ളാഹു തടയുകയില്ല. അങ്ങനെ ഹദീസില്ല. മറിച്ച് ഖുർആനിന്റെ എമ്പാടും ആയത്തുകൾ കൊണ്ടും ഹദീസ് കൊണ്ടും മനസ്സിലാക്കാൻ പറ്റുന്നത് വിദേഹത്തുകാരന്റെയും പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കും എന്ന് തന്നെയാണ്. പക്ഷെ അതിനുള്ള അവന്റെ മനസ്സ് അതിനുണ്ടാവുക എന്നത് കുറവാണ് എന്ന് മാത്രം. ഏഴാമത്തെ കാര്യം ഗീബത്ത് പറയുക എന്ന് പറയുന്നത്. വേറൊരാളെ കുറിച്ച് ദൂഷ്യം പറയുക, അയാളുടെ അസാന്നിധ്യത്തിൽ അയാളെ കുറിച്ച് തിന്മകൾ പറയുക എന്ന് പറയുന്നത് ഗീബത്ത് എന്താ നമുക്കൊക്കെ അറിയാം. ഈ ഗീബത്ത് പറയൽ അനുവദനീയമാണ് ചില സന്ദർഭങ്ങളിൽ. ഞാൻ പറഞ്ഞല്ലോ കേട്ടോ. അപ്പം ഗീബത്ത് പറയാൻ 10 കൊണ്ടൊന്നും ചെയ്യണ്ട. ഗീബത്ത് പറയാം ഒരാളെ കുറിച്ച്. ഇമാം നവവി ശാഫി മദ്ഹബ് പണ്ഡിതനാണ്. അദ്ദേഹം ശറഹ് മുസ്ലിമിൽ ചില ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് 6 കാര്യങ്ങളിൽ ഗീബത്ത് പറയൽ അനുവദനീയമാകും എന്ന് പറയുന്നു. 6 കൂടി ഇവിടെ വിശദീകരിക്കുന്നില്ല. 1, 2, 3, 4, 5, 6 എന്നിങ്ങനെ നമ്പർ ഇട്ട് അദ്ദേഹം പറയുന്ന കൂട്ടത്തിൽ 4ാമത്തായി കാണാം തഹദീറുൽ മുസ്ലിമീന മിനശ്ശർരി വദാലിക മിൻ വുജൂഹ്. ആളുകളെ, മുസ്ലിങ്ങളെ ശർറിനെ കുറിച്ച് താക്കീത് ചെയ്യുക, മുന്നറിയിപ്പ് നൽകുക. ഈ വിഷയത്തിൽ ഗീബത്ത് പറയാം എന്ന് അതാണ് 4ാമത്തെ വിഷയം. എന്നിട്ട് അതിൽ പല വിഷയങ്ങളും പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ അദ്ദേഹം പറയുകയാണ്, ഒരാള് ഒരു മുത്തഫഖീഹ്, ഒരു ഫഖീഹാണെന്ന് ധരിക്കപ്പെടുന്ന ഒരാൾ അല്ലെങ്കിൽ വിചാരിക്കുന്ന ഒരാൾ അയാൾ അടുക്കിലേക്ക് ഇങ്ങനെ പോകുന്നതായി കണ്ടു. ഒരു വിദേഹത്ത് ചെയ്യുന്ന ഒരു പണ്ഡിതൻ, ഒരു പുരോഹിതൻ, ഒരു മുസ്ലിയാർ വിദേഹത്ത് ചെയ്യുന്ന ആളടുക്കിലേക്ക് ഒരാൾ ഇങ്ങനെ ഇടക്കിടക്ക് പോകുന്നു. പോവുകയും വരികയും ചെയ്യുന്നു. എന്തിനാ? അയാളിൽ നിന്ന് കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ. ഇലാ ഫാസിറ്റിൻ, ഒന്നുകിൽ തമ്മാടിനടുക്ക് പോകുന്നു, ഔ മുബ്തദിഈൻ, കണ്ടോ? അല്ലെങ്കിൽ ഒരു വിദേഹത്ത് ചെയ്യുന്ന ആളടുക്കിലേക്ക് ഇങ്ങനെ ഇടക്കിടക്ക് പോയി കൊടുക്കുക. അയാൾ പഠിക്കാനാകാം, കേൾക്കാനാകാം, മനസ്സിലാക്കാനാകാം, ദീനാണെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ യൗഖുദു അൻഹു ഇൽമൻ, എന്നിട്ട് അയാളുടെ നാൾ ഇൽമ സ്വീകരിക്കുന്നു. വഖിഫ്ത അലൈഹി ദററഹു ഫഅലൈക നസിഹതഹു ബിബയാനി ഹാലിഹി ഖാസിദൻ നസിഹ. ഈ പോകുന്ന മനുഷ്യനെ നന്നാക്കാൻ വേണ്ടി ഇതിന്റെ അപകടങ്ങളൊക്കെ മനസ്സിലാക്കി ഈ പോകുന്ന ആളോട് നസീഹത്ത് പറഞ്ഞു കൊടുക്കൽ. ഇയാൾ ഇന്ന ആളാണ്, നീ വിചാരിക്കുന്നത് പോലെ അയാൾ അങ്ങനത്തെ ഒരു മുസ്ലിയാരല്ല, പണ്ഡിതനല്ല, മൗലവിയല്ല. പിന്നെന്താണ്? അയാൾ പറയുന്നത് വിദേഹത്തിന്റെ ആളാണ് അയാള്, അതുകൊണ്ട് അയാളടുത്തേക്ക് പോകരുത് എന്ന് ഈ പോണ ആളോട് പറഞ്ഞു കൊടുക്കണം. ഇത് പറയണമെങ്കിൽ എന്ത് വേണം? അയാളുടെ കുറ്റം ഈ ആരുടെ അടുക്കലേക്കാണ് പോകുന്നത്, അയാളുടെ കുറ്റം ഈ പോകുന്നവരോട് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അത് ഗീബത്താണ് ആ അർത്ഥത്തിൽ. പക്ഷെ അങ്ങനെ ഗീബത്ത് മറ്റവന്റെ കുറ്റം ഇയാളോട് പറയാം. അതെന്തിനാണ്? അയാൾ അപമാനിക്കാനല്ല, മറിച്ച് ഈ പോകുന്ന ആള് അപകടത്തിൽപ്പെടുന്നത് തഹ്ദീർ, താക്കീത് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി 5ാമത്തെ കാര്യത്തിലും അപ്പൊ 6 പറഞ്ഞാൽ 2 വിദേഹത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത്. 5ാമത്തെ കാര്യം എന്താ? അയ്യക്കൂന മുജാഹിറൻ ബിഫിസ്ഖിഹി ഔ ബിദ്അത്തിഹി. ബിദ്അത്തോ തോന്നിവാസമോ പരസ്യമായി ചെയ്യുന്ന ഒരാൾ, അയാളുടെ കുറ്റം വേറൊരാളോട് പറയാം. അതെന്തിനാ? മറ്റുള്ള ആളുകൾ അതിൽ പെടാതിരിക്കാൻ. ഇവിടെയും പറഞ്ഞ ഒരു വിഷയം എന്താ? വിദേഹത്ത് പരസ്യമായി വിദേഹത്ത് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ, ഇപ്പൊ ഒരു പള്ളിയിലെ മുസ്ലിയാർ അല്ലെങ്കിൽ ഒരു മൗലവി അല്ലെങ്കിൽ ആ നാട്ടിലുള്ള ആളുകൾ, കമ്മിറ്റിക്കാർ അല്ലെങ്കിൽ ഒരു സംഘടന, ആരാകട്ടെ, ഇനി സംഘടന ഇല്ലാത്തവരാകട്ടെ, അവർ വിദേഹത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പരസ്യമായി ചെയ്യുന്നു. ഇതുകൊണ്ടാണ് അപകടം എന്താ? അത്രയും ആൾക്കാർ അങ്ങനെ ജമാഅത്തായിട്ട് നടത്തുന്ന ഏർപ്പാട്. ഇത് വിദേഹത്താണെങ്കിൽ ഒരു ചെയ്യോ? ഓൽക്കുന്ന അള്ളാനെ പേടിയുള്ള ആളുകളല്ലേ, അവർ നരകത്തെ പേടിക്കുന്നില്ലേ, നബിയെ എതിർക്കുന്ന ആളുകളാണോ എന്നൊക്കെ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് അതിലേക്ക് ആളുകൾ വഴുതി പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ ഈ വിദേഹത്ത് പരസ്യമായി ചെയ്യുന്ന ആളുകൾ അവർ എന്തൊരു വിദേഹത്താണോ പരസ്യമായി ചെയ്യുന്നത് അക്കാര്യം പറയൽ അനുവദനീയമാകുന്നു. ആരോട് പറയൽ? ജനങ്ങളോട് പറയാം, നാട്ടുകാരോട് മൈക്കെട്ടി പറയാം, മൈക്ക് കെട്ടാതെ പറയാം, നോട്ടീസ് അടിക്കാം, സ്വകാര്യമായി ചെവിയിൽ പറയാം, ഇവരിങ്ങനത്തെ ആൾക്കാരാണ്, ഈ ചെയ്യുന്നതൊക്കെ തിന്മയാണ്. അപ്പൊ അത് കേൾക്കാതെ നമ്മൾ പറയുമെന്താ? ആ അർത്ഥത്തിൽ ഗീബത്താണ്. പക്ഷെ ഇത് പറയൽ ചിലപ്പോൾ നിർബന്ധവുമാകും. കാരണം എന്താ? ഈ ജനങ്ങളെ രക്ഷിക്കണം, കൗമനെ രക്ഷിക്കണം. 6 സന്ദർഭങ്ങളിൽ ഗീബത്ത് പറയൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം നവവി വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങളിൽ 2 വിദേഹത്തുമായി ബന്ധപ്പെട്ടതാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്.
പറയേണ്ടത്. അക്കെന്തിനാ അങ്ങനെ കുറ്റം പറയൽ അനുവദനീയമായത്? ആളുകളെ നന്നാക്കാൻ, സമൂഹത്തെ രക്ഷപ്പെടുത്താൻ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ചില ആൾക്കാർ ചോദിക്കും, എന്തിനാ ഞങ്ങളൊക്കെ ഈ കുറ്റം പറയാന്നുള്ളതല്ലാത്ത നിങ്ങൾക്ക് വേറൊരു ഏർപ്പാടില്ലേ? നല്ലത് പറഞ്ഞാൽ പോലെ ജനങ്ങളോട്. നല്ലത് പറയലും നന്മയാണ്, തിന്മ പറഞ്ഞിട്ട് ആളുകളെ അതിലും തടയലും നന്മയാണ്. അപ്പൊ വിധേയത്തുകളും തെറ്റുകളും കുറ്റങ്ങളും ചില ആളുകൾക്ക് വിമർശനം തീരെ പറ്റൂല. പ്രസംഗം, പരിപാടി, വയല് ഇതൊക്കെ ഉണ്ടാവുമ്പോ നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞാൽ മതി, മറ്റൊരു എങ്ങനെയാണ് ബലിങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയും. അത് ദീന്റെ ഭാഗ. അംറുബിൽ മഅറൂഫ്, ദീൻ എന്നാൽ നന്മ കൽപ്പിക്കൽ മാത്രമല്ല, തിന്മ വിലക്കണം. അപ്പൊ ഇന്നത് ഇന്ന ആളുകൾ ചെയ്യുന്നത് തിന്മയാണ് എന്ന് പറയുമ്പോഴേ ദൈവത്തിന്റെ രണ്ട് ഭാഗവും വരുള്ളൂ. അല്ലാതെ എല്ലാവർക്കും പറ്റി മാത്രം പറഞ്ഞാൽ അത് ദൈവത്തിന്റെ പകുതിയേ ഉള്ളൂ. മാത്രമല്ല അത് അപൂർണമാണ്. നന്മയും കൽപ്പിക്കണം, തിന്മയും വിലക്കണം. തിന്മ വിലക്കുമ്പോൾ ഏതൊക്കെയാണ് തിന്മ, ആര് ചെയ്യുന്നതാണ്, എന്താണ് സംഗതി പറയേണ്ടി വരും. അത് കേൾക്കുകയും ചെയ്യുന്ന ആളുകൾ കേൾക്കുകയും കേൾക്കാതെയും പറയേണ്ടി വരും. അപ്പൊ അത് ഗീബത്ത് പറയലല്ലേ എന്ന് ചില ആളുകൾ, ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. പോലെ പണി ഗീബത്ത് പറയലാണ്, കുറ്റം പറയാണ്. കുറ്റല്ല, അത് ദീന്റെ ഭാഗമാണ്. ഇത് ഷാഫിഈ മദ്ഹബിൽ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി തന്നെ ഹദീസിൽ, മുസ്ലിമിന്റെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത്രയും ഇനി തൽക്കാലം ഇവിടെ ഈ വിഷയം അവസാനിപ്പിക്കുക. ഇതിന്റെ ഗൗരവം നാം ഉൾക്കൊള്ളുകയും സുന്നത്തിനെ സ്നേഹിക്കുകയും അതിനെ പിൻപറ്റുകയും പഠിക്കുകയും അതിന്റെ ആളുകളാകുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും, തിന്മയെ വെറുക്കുകയും തിന്മ വിധ ചെയ്യുന്നവരെ എതിർക്കുകയും അതിൽ പെടാതിരിക്കാൻ സൂക്ഷിക്കുകയും അതിനോട് ഒരു നിലക്കും സമ്പത്ത് കൊണ്ടോ ശരീരം കൊണ്ടോ അധ്വാനം കൊണ്ടോ വെറുതെ പോയി കുത്തിയിരുന്നിട്ടോ സാന്നിധ്യം കൊണ്ടോ പോലും അത്തരം തിന്മകളിൽ സഹകരിക്കാൻ പാടില്ല എന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ദുനിയാവും നഷ്ടപ്പെടുന്നു, അതായത് ജീവിതം പോയി, ആഖിറവും നഷ്ടപ്പെടുന്നു. അപ്പൊ രണ്ടും കൂടി നഷ്ടപ്പെടുന്ന വലിയ അപകടങ്ങളിൽപ്പെട്ട വിഷയമാണ് ശിർക്ക് പോലെ, കുഫർ പോലെ വലിയ അപകടമാകുന്നു ബിദ്അത്ത് എന്നതാണ് ഇതുവരെ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല